Hi everyone, welcome to the Mindly Space by Niranjana. എൻ്റെ പേര് നിരഞ്ജന. I am a psychologist. I work primarily with adult clients and my area of interest എന്ന് പറയുന്നത് anxiety, stress, relationship, depression, mood problems, family, couple, daily ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ്. So this channel will be all about mental health, advice അങ്ങനെ രീതിയിലല്ല കേട്ടോ, just to make an awareness. And also if you're looking for consultation, my contact details will be in the description, you can check that out. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലവ് ലാംഗ്വേജസ്. എൻ്റെ ക്ലയൻസ് ആയിട്ട് കപ്പിൾസ് വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പലർക്കും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല, സ്നേഹം എങ്ങനെ റിസീവ് ചെയ്യേണ്ടതെന്നും അറിയില്ല. ഞാനെല്ലാം ചെയ്യുന്നില്ലേ എന്നൊരാൾ ചോദിക്കും, എനിക്ക് വേണ്ടല്ലോ നീ ചെയ്യുന്നതെന്ന് മറ്റേയാൾ പറയും. സച്ച് എ കോമൺ പാറ്റേൺ ഇൻ റിലേഷൻഷിപ്സ് ആൻഡ് ദാറ്റ് മെയ്ഡ് മീ തിങ്ക് വാ, ദർ ഇസ് സംതിങ് ലൈക്ക് ഇൻറ്റൻഷൻ ഉണ്ട്, ഒരാൾക്കും സ്നേഹമുണ്ട് മറ്റേ ആൾക്കും ഉണ്ട്, ബട്ട് ഇതെന്താ പ്രകടിപ്പിക്കാൻ പറ്റാത്തത്, ഇതെന്താ മനസ്സിലാവാൻ പറ്റാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ആൻഡ് ദ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ വുഡ് പ്രോബബ്ലി ബി ദാറ്റ് ഒരു അവയർനെസ് ഇല്ല അബൌട്ട് ലവ് ലാംഗ്വേജസ്. സോ 1992 ഒരു അമേരിക്കൻ ബേസ്ഡ് മാരേജ് കൗൺസിലർ ഗാരി ചാപ്മാൻ, അദ്ദേഹം ലവ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടൊരു ബുക്ക് എഴുതി. അത് പിൽക്കാലത്ത് ഒരുപാട് ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ഭയങ്കര ഫേമസ് കോൺസെപ്റ്റായി. അതിൽ 5 ലവ് ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തി, ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല കേട്ടോ, വർക്ക് പ്ലേസിൽ, പേരൻറ്റിങ്ങിൽ, ഓഫീസിൽ, സിബ്ലിങ്സ്, ഇതിൽ വേണമെങ്കിലും വരാം, ഫ്രണ്ട്ഷിപ്സ്. ബേസിക്കലി 5 രീതിയിലാണ് ഒരു വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സ്നേഹം റിസീവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. 1 is physical intimacy, ടച്ച് എന്നുള്ള നിലയിൽ. 2 is acts of service. 3 gifts, giving or receiving gifts. 4 quality time. And 5 words of affirmation. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്സും, എസ്പെഷ്യലി റൊമാൻറ്റിക് റിലേഷൻഷിപ്സും ഭയങ്കരമായിട്ട് ബെറ്റർ ആകും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദീസ്. ഫസ്റ്റ് ലവ് ലാംഗ്വേജ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫിസിക്കൽ ഇൻറ്റിമസി. ഈ ഫിസിക്കൽ ടച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര സെക്ഷുവൽ ലെവലിലായിരിക്കും പല റൊമാൻറ്റിക് റിലേഷൻഷിപ്സും അത് കാണുക, ബട്ട് അതല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്യുക, ഷോൾഡറിലൊന്ന് പാറ്റ് ചെയ്യുക, ഒരു ഫോർഹെഡ് കിസ്. സ്നേഹമുണ്ട്, ബട്ട് നോട്ട് സെക്ഷുവൽ ഇൻറ്റൻഷനോടെയുള്ള സ്നേഹം. ദാറ്റ് ഇസ് ദ ഹോൾ പോയിന്റ് ഓഫ് ഫിസിക്കൽ ഇൻറ്റിമസി. പല കപ്പിളും ആ ക്ലോസ്നെസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലൂടെയാണ്. എന്നും ഓഫീസിൽ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു കിസ് ഷെയർ ചെയ്യുക, കഡിൽ ചെയ്യുക, ഈവനിങ്സിൽ ഹഗ് ചെയ്യുക, ലൈക്ക് എ റിച്വൽ. നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും ചില കുട്ടികൾക്ക് അവർക്ക് തോളിലൊക്കെ തട്ടി അല്ലെങ്കിൽ തലയിലൊക്കെ ഒന്ന് തടവുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യു കാൺ റിയലി ട്രൈ ദിസ് വിത്ത് ഫ്രണ്ട്സ് ഓർ വർക്ക് പ്ലേസ്, പക്ഷേ അത് നമുക്ക് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. ബട്ട് there is this power that physical touch has, and അത് കൊടുക്കാൻ പറ്റുക, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹ്യൂജ്. ഇൻ എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇപ്പോൾ കൈ ഹോൾഡ് ചെയ്ത് പിടിച്ച് സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. ദിസ് ഡസ് നോട്ട് ഹാവ് ടു ലീഡ് ടു സെക്ഷുവൽ കണക്ഷൻ. അങ്ങനത്തെ ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് സ്നേഹം കാണിക്കാനായിട്ട് ടച്ച് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ പാറ്റ് ചെയ്യുക, തോൾ വെച്ച് തട്ടുക, അങ്ങനെയുള്ള നിലയിലൊക്കെ ബി പ്ലേഫുൾ, ടച്ച്, ഷോ യുവർ ലവ്. ദാറ്റ് ഇസ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഇൻറ്റിമസി. പല കപ്പിളും വന്നിട്ട് പറയും, ഞങ്ങളൊന്നും ഹഗ് ചെയ്തിട്ട് നാളായി, എൻ്റെ കയ്യിൽ പോലും ഒന്നും തൊടാറില്ല, ഞങ്ങളൊരു ഒന്ന് കിസ് ചെയ്തിട്ട്, കിസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചീക്ക് കിസ്സസ്, ഫോർഹെഡ് കിസ്സസ് ഒന്നുമില്ല എന്നൊക്കെ പറയും. ആൻഡ് വെൻ ദോസ് ആസ്പെക്ട്സ് ആർ ലാക്കിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്, ഇറ്റ് മീൻസ് സംതിങ്. സോ ആ ഒരു അപായമണി അടിക്കുന്ന സമയത്ത് തന്നെ യു ഹാവ് ടു നോ ദാറ്റ് സംതിങ് ഇസ് എ മിസ് ആൻഡ് യു ക്യാൻ ഓൾവേസ് റീബിൽഡ് ദിസ്. ദ സെക്കൻഡ് വൺ ഇസ് ക്വാളിറ്റി ടൈം. എനിക്ക് തോന്നുന്നു ഡിസ്ക്രൈബ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ക്വാളിറ്റി ടൈം. ഈ സമയത്തിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ എങ്ങനെയാണ് അളക്കുക എന്ന് പറയുന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ചിലർ പറയും, ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നിച്ചുണ്ട്, 365 ഡേയ്സും ഒന്നിച്ചുണ്ട്, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നിച്ചുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് പരാതിയായിരിക്കും ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ ഈ സമയം ചുമ്മാ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം അല്ല. വളരെ ഇൻറ്റൻഷനലി ഞാൻ 3 വേർഡ്സ് എപ്പോഴും ഓർത്ത് വയ്ക്കും വെൻ ഇറ്റ് കംസ് ടു ക്വാളിറ്റി ടൈം: അറ്റൻഷൻ, ഇൻറ്റൻഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ. അതായത് ഇൻറ്റൻഷനലി സമയം മാറ്റി വയ്ക്കുക ഫോർ ദ പാർട്ട്ണർ. നീ ഇവിടെ ഇരിക്കുന്നോട് സംസാരിക്കാമെന്നല്ല, നിന്നോട് സംസാരിക്കാനായി ഞാൻ വരുന്നു എന്ന നിലയിൽ ഇൻറ്റൻഷനലി സമയം മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ട് കേൾക്കുക. ചിലരാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് പിടിച്ചിട്ട് സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞേ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ എൻ്റെ റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കും. ഇത് ഭയങ്കര അലോസരപ്പെടുത്തുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പം ഡിസ്ട്രാക്ഷൻ, ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ്ഫ്ലിക്സ് കിടക്കുന്നു, കുട്ടികളുടെ ശബ്ദം, അല്ലെങ്കിൽ നിങ്ങളൊരു ലൗഡ് ഒരു കഫേയിലിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു സ്പേസിലൊന്നും നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റൻഷനോടെ അറ്റൻറ്റീവായിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റിൽ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഒരു ഫുൾ ഡേ ഒന്നിച്ച് ചിലവാക്കുന്നതിനേക്കാളും ബെനിഫിറ്റാണ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്വാളിറ്റി ടൈം വെക്കാൻ പറ്റുക. സംസാരം അതിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ യെസ്. പലർക്കും റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർക്ക്
അവരുടെ റൊമാൻസിനെ കുറിച്ചും അവരെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അല്ലാതെ ബിൽസിനെ കുറിച്ചും കുട്ടികളെക്കുറിച്ചും നെക്സ്റ്റ് വീക്ക് പ്ലാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തമ്മിൽ നിങ്ങളുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കുക. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോഴോ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അത്രയും സമയമേ ഉണ്ടാവുള്ളൂ, നമുക്ക് വി ആർ ഓൾ ബിസി. അങ്ങനെ പോകുന്ന സമയത്തും ഒരു സിനിമയ്ക്ക് പോയി സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ പറ്റുമെങ്കിൽ കാണുന്ന സമയത്ത് കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുക. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ട്രൈ. കാരണം അതിലൊരു ഫിസിക്കൽ ഇൻറ്റിമസിയും വരും, ഒരു ക്വാളിറ്റി ഫീലിങ്ങും വരും. പുറത്തിറങ്ങിയതിന് ശേഷം ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഭയങ്കര സിനിമ ഫനാറ്റിക് ഒന്നും ആവേണ്ട കാര്യമില്ല. ക്യാരക്ടേഴ്സിനെ കുറിച്ച്, അതിൽ കണ്ട ലൊക്കേഷൻസിനെ കുറിച്ച്, കഥയെക്കുറിച്ച്, ബേസിക്കലി എനിത്തിങ് ദാറ്റ് വിൽ സ്പാർക്ക് എ കോൺവെർസേഷൻ, അതിന് നമുക്ക് ക്വാളിറ്റി ടൈമായിട്ട് കൂട്ടാം. ഷോപ്പിങ്ങിന് പോകുമ്പോഴും നീ നിൻ്റെ ഡ്രസ്സ് എടുത്തോ, ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കാം, അങ്ങനെയല്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഡ്രസ്സ് ചൂസ് ചെയ്യാനായിരിക്കും താല്പര്യം, എങ്കിലും പാർട്ട്ണറും കൂടെ നിന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക, ട്രയൽ റൂമിൽ പുറത്ത് വെയിറ്റ് ചെയ്താൽ അത് കൊള്ളാം, അതത്ര ഓക്കെ ആയില്ല, സം ഇൻവോൾവ്മെൻറ്റ്. അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അതൊരു ബോറിംഗ് ആക്ടിവിറ്റി അല്ല. പിക്ക് എ ന്യൂ വെജിറ്റബിൾ, ഇത് വെച്ച് നമുക്ക് എന്ത് ഡിഷ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുക, ഒന്നിച്ച് ഷോപ്പിംഗ് ചെയ്യുക. ഷോപ്പിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് just get goofy, like hold your hands or ഇങ്ങനെ ഷോൾഡേഴ്സ് ബ്രഷ് ചെയ്യുക. ദീസ് ആർ ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് യു ക്യാൻ വെരി കംഫർട്ടബിളി ഡു. ഗ്രോസറി ഷോപ്പിംഗ് എൻജോയ് ചെയ്യുന്ന കപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദർ ഇസ് ക്വാളിറ്റി ഇൻ ദ റിലേഷൻഷിപ്പ്. ഭയങ്കര ഒരു അത്ര രസമില്ലാത്തൊരു കാര്യമാണ് അരിയും പലർക്കും വാങ്ങാൻ പോകുക എന്ന് പറഞ്ഞത്. ബട്ട് അതിലും ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ you have won as a couple. So that is quality time. Basically, be very attentive, be very intentional about it and make sure that at least ഒരു ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന കപ്പിളാണെങ്കിലും ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ലൈക്ക് ഡയലോഗ് തേഴ്സ്ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തേഴ്സ്ഡേ ഈവനിങ് ഒരു 2 hours നമ്മൾ വി ആർ ഗോണ ഡെഡിക്കേറ്റ് ഫോർ ദിസ് എന്നുള്ള നിലയിലൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. ദ നെക്സ്റ്റ് വൺ ഇസ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ചുമ്മാ എന്തെങ്കിലും പൊക്കി പറയുക അല്ലെങ്കിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പാർട്ട്ണറോട് നമുക്കുള്ള സ്നേഹം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരോടുള്ള അപ്രിസിയേഷൻ, അഡ്മിറേഷൻ, ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതിനെയാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്നത്. അവർക്ക് റിലേഷൻഷിപ്പിലും അവരിൽ തന്നെയും കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ലൈക്ക് ഇപ്പോൾ അപ്പിയറൻസിൽ ആ ഷർട്ട് കൊള്ളാം, ആ കമ്മൽ കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഐ റിയലി ലൈക്ക് ദാറ്റ്, നിൻ്റെ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈവൻ ഐ വോണ്ട് ടു ഡു ദാറ്റ്. അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക, താങ്ക് ചെയ്യുക ഫോർ ബീയിങ് ദാറ്റ് പേഴ്സൺ. താങ്ക് യു ഫോർ ബീയിങ് ദർ, താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ് ഫോർ മീ. ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്നെസ് വരാതെ അവരോട് നമ്മൾ നമ്മുടെ ലവ് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഹേ ഐ റിയലി ചെറിഷ് യു ബീയിങ് ദെയർ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ കൊടുക്കുന്നത്. വെറുതെ പൊക്കി പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതിൽ കാര്യമില്ല. വളരെ ജെനുവിൻ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ ക്രിട്ടിസൈസും കൂടെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ബെനിഫിറ്റ് വരും. എന്തും കൊള്ളാമെന്ന് പറയുന്ന ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ പാർട്ട്നേഴ്സും വിശ്വസിക്കില്ല. പക്ഷേ അത് ശരിയായില്ല എന്ന് പറയുന്ന പോലെ തന്നെ അത് അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയുന്നതിനൊരു പവറുണ്ട്. സോ ക്രിറ്റിസിസത്തിന് വേണ്ടി മാത്രമല്ല, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന് വേണ്ടിയും അതുപോലെ അപ്രിസിയേഷനും ഒക്കെ വേണ്ടി തന്നെയും വേർഡ്സ് ഓഫ് അഫർമേഷൻ യൂസ് ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജിൽ വേർഡ്സ് ഓഫ് അഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം ദേഷ്യം വരുമ്പോൾ മറ്റോ നിങ്ങൾ പറയുന്ന വളരെ റൂഡായിട്ടുള്ള ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ജസ്റ്റ് ഒരു വെർബൽ അപ്പോളജി ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ അത് സോൾവ് ആകില്ല. ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അവർ വിടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലവ് ലാംഗ്വേജിൽ വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക. ദ നെക്സ്റ്റ് ലവ് ലാംഗ്വേജ് ഇസ് ആക്ട്സ് ഓഫ് സർവീസ്. സർവീസും സ്നേഹവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാമോ? തീർച്ചയായിട്ടും കൂട്ടിക്കുഴയ്ക്കാം. നിങ്ങളുടെ പാർട്ട്ണർ ഭയങ്കര ബിസി ആയിട്ട് ഈവനിങ് പറയുകയാണ്, എനിക്കിന്ന് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം, പിള്ളേരെ പിക്ക് ചെയ്യണം, ഗ്രോസറി ഷോപ്പ് ചെയ്യണം. അവിടെ മെൻ്റൽ ലോഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ലോഡ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്ന സമയത്ത് അതൊന്ന് ലൈറ്റൻ ആക്കാൻ നിങ്ങൾ ആക്റ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കേസാണ് ആക്ട്സ് ഓഫ് സർവീസ്. നീ ഒരു കാര്യം ചെയ്യും, നീ ഗ്രോസറി വാങ്ങിക്കും, പിള്ളേരെ ഞാൻ പിക്ക് ചെയ്യാം, ലോണ്ടറി ഞാൻ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് ഞാൻ കളക്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് ആക്ട്സ് ഓഫ് സർവീസ്. കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. സോ അവർക്ക് ദേ ഫീൽ മോർ സ്ട്രെസ് ഫ്രീ, കുറച്ച് കൺവീനിയൻസ് കൂടിയ പോലെ, കുറച്ച് കംഫർട്ടബിൾ ആയതുപോലെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഞാൻ ഹെൽപ്പ് ചെയ്തേ എന്ന് പറയുന്നതിൽ കാര്യമില്ല. അവർക്ക് വേണ്ടത് അവർ ചോദിക്കാതെ തന്നെ ചെയ്താൽ അത്രയും നല്ലത്. കാരണം നമ്മൾ അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും സാരമില്ല, ചെയ്യുന്നുണ്ടല്ലോ, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ പാർട്ട്ണർ വൈകിട്ട് വന്നു, ഞാനൊരു ചായ ഇട്ട് വെച്ചു, അപ്പോൾ ഞാൻ നാളെ പ്രതീക്ഷിക്കണം നാളെ അയാൾ ചായ ഇട്ട് വെക്കട്ടെ. അങ്ങനെ ഒരു റെസിപ്രോസിറ്റി ഉടനെ പ്രതീക്ഷിക്കരുത്. വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ആ സ്നേഹം നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. പക്ഷേ ഒരു സെൽഫ്ലെസ് രീതിയിലായിരിക്കണം നമ്മൾ എന്ത് കാര്യവും ചെയ്തു കൊടുക്കുന്നത്. ഉടനെ തിരിച്ചു കിട്ടട്ടെ എന്ന് വിചാരിച്ചായിരിക്കരുത്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ടെക്കിയല്ല, ഇപ്പം എൻ്റെ പാർട്ട്ണറാണ്.
അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ പുള്ളി നിനക്കൊന്നും അറിയത്തില്ല, നീ ചെയ്താൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ എന്നെ ആ ഒരു ടോണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ല, അതെനിക്ക് ഹെൽപ്പായിട്ട് തോന്നില്ല. ആക്സസ് സർവീസ് അല്ല, അത് ആക്ട് ഓഫ് പുച്ഛമായി മാറും. സോ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ പാർട്ട്ണർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഫ്രസ്ട്രേഷനൊന്നും ഇല്ലാതെ ഹേ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു നീഡ്, ഐ സീ ദാറ്റ് യു ആർ സ്ട്രഗ്ലിംഗ്, ലെറ്റ് മീ ഹെൽപ്പ് യു, ആ ഒരു മെസ്സേജാണ് ആക്ട് ഓഫ് സർവീസ് കൊടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കാനോ നിനക്കൊന്നും അറിയത്തില്ലെന്ന് കാണിക്കാനോ, ദാറ്റ് ഇസ് നോട്ട് ആക്ട്സ് ഓഫ് സർവീസ്. ആൻഡ് ദ ലാസ്റ്റ് ലവ് ലാംഗ്വേജ് ഈസ് ഗിഫ്റ്റ് ഗിവിങ്. ഈ ഗിഫ്റ്റ് ഗിവിങ് ഒരു ഭയങ്കര തലവേദന പിടിച്ച കാര്യമാണ് കേട്ടോ. എനിക്ക് എന്നത്ര അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ എന്തെങ്കിലും ഈ ഗിഫ്റ്റ് കാർഡൊക്കെ തരുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്കത് കുഴപ്പമില്ല. പക്ഷേ പലർക്കും ഗിഫ്റ്റ് കാർഡിനോട് ഭയങ്കര നെഗറ്റീവ് അപ്രോച്ചാണ്. അത് തോട്ട്ഫുൾ അല്ല, അത് ആർക്കും ചെയ്യാമല്ലോ, പൈസ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കാർഡ് വാങ്ങി ആർക്കും കൊടുക്കാൻ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. ഐ തിങ്ക് ഗിഫ്റ്റ് ഗിവിങ് ഇസ് വെരി വെരി പേഴ്സണൽ ദാറ്റ് വേ. നമുക്ക് ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ് എന്നങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും സം ഗൈഡ് ലൈൻസ് ആർ ദെയർ. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം സമ്മൺ ഹു ലവ്സ് എ ഹോം കുക്ക്ഡ് മീൽ, എൻ്റെ പാർട്ട്ണർ എന്നെയും കൊണ്ടുപോയിട്ട് ഒരു 7 course ഡിന്നർ ഒരു ഹോട്ടലിൽ പോയി വാങ്ങി തന്നിട്ട് ഹേ നീ ഹാപ്പി അല്ലേന്ന് ചോദിച്ചാൽ ഐ വിൽ ബി ഹാപ്പി. പക്ഷേ ചിലപ്പോൾ അവർ കൈകൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ എനിക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷമായേനെ. അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം. ആവശ്യം എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ലൈഫിലെ ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. സ്ത്രീകൾക്ക് പൊതുവേ ഈ വാക്യൂം ക്ലീനർ, അപ്പച്ചട്ടി ഒക്കെ വാങ്ങിക്കൊടുക്കുക, നിൻ്റെ ജോലി എളുപ്പമാവട്ടെ, അത് ആക്ട് ഓഫ് സർവീസും അല്ല, അത് ഗിഫ്റ്റ് ഗിവിങ്ങും അല്ല. അവരുടെ ഐഡൻറ്റിറ്റി കുക്കിങ്ങോ ക്ലീനിങ്ങോ മാത്രമല്ലല്ലോ, അവരിലെ വ്യക്തിയെ നിങ്ങൾ കാണുന്നു എന്ന് കാണിക്കുന്ന ഒരു കാര്യം. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ആർ ഇൻ ടു ആർട്ട്, ഒരുപാട് നാളെ വരച്ചിട്ട്, ദെൻ ഗെറ്റ് ദം എ സ്റ്റാർട്ടേഴ്സ് കിറ്റ് ഫോർ ഡ്രോയിങ്ങോ പെയിൻറ്റിങ്. അവർക്ക് പോട്ടറി ഇഷ്ടമാണെങ്കിൽ അവരൊരു പോട്ടറി ക്ലാസ്സിന് എൻറോൾ ചെയ്യിക്കുക. അവർക്ക് വേണ്ട ഒരു സാധനമായിരിക്കണം നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അതാണ് തോട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പൈസ ഒരു ഫാക്ടറി അല്ല. ഒരു ഭയങ്കര എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളിടുന്ന തോട്ട്, അവൾക്ക് അല്ലെങ്കിൽ അവൻ അതാണ് വേണ്ടത്, ശരി ഞാനത് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനത് വാങ്ങിക്കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന അവിടെയാണ് ആ തോട്ട്ഫുൾനെസ് ഇരിക്കുന്നത്. സോ ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് മണി വിൽ ഡിഫൈൻ ഗിഫ്റ്റ്സ്. ഇറ്റ്സ് നോട്ട്. അപ്പോൾ ഗിഫ്റ്റ് ഗിവിങ് ആണെന്നല്ലേ കുറച്ച് ട്രിക്കിയാണ്. കാരണം ചില ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ അവർക്ക് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ അവർക്ക് അവരുടെ സ്വന്തം ഫാഷനിൽ ഇടുന്നതാണ് ഇഷ്ടം, വേറെ ആൾ വാങ്ങി തന്നാൽ ഇഷ്ടമാവില്ല. ആണ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുമെങ്കിൽ അവരെയും കൊണ്ട് മേ ബി ഒരു തുണിക്കടയിൽ പോയിട്ട് നീ ചൂസ് ചെയ്തോ എന്ന് പറയുക. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഡ്രസ്സ് കിട്ടുന്നതിനേക്കാളും ഐ മൈറ്റ് ലൈക്ക് ദാറ്റ് മോർ. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ യു നോ യുവർ പാർട്ട്ണർ. ഇന്ന് നമ്മൾ പറഞ്ഞ ലവ് ലാംഗ്വേജിലൊക്കെ ഇരിക്കുന്ന കീ എലമെൻ്റ് അതാണ്. ഞാനിവിടെ ഇരുന്ന് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും, പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെ റിലേഷൻഷിപ്പും ഡിഫറെൻ്റ് ആണ്. അതിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താ വേണ്ടത്, അവരെന്താണ് ആസ് എ പേഴ്സൺ എന്ന് നിങ്ങൾക്കറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ലവ് ലാംഗ്വേജ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കും അറിയണം വിച്ച് ഇസ് മൈ ലവ് ലാംഗ്വേജ്. എന്നാലേ നിങ്ങളുടെ പാർട്ട്ണർ തരുന്ന സ്നേഹം നിങ്ങൾക്കും അത്ര റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡിങ് ലവ് ലാംഗ്വേജ് നിങ്ങളുടെ സ്വന്തവും നിങ്ങളുടെ പാർട്ട്ണറുടെയും, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സ്ട്രെങ്തനിങ് യുവർ റിലേഷൻഷിപ്പ്. സോ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ റീൽസൊക്കെ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് ഹിറ്റ് സബ്സ്ക്രൈബ്, ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു മീ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് യൂസ്ഫുൾ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.